രാത്രിയും പകലും ഇടതടവില്ലാതെ താളാത്മകമായി വർക്ക് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ പമ്പിങ് അല്ലെങ്കിൽ മോട്ടോർ പമ്പാണ് ഹൃദയം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തില് ബ്ലഡ് വഴി വിവിധ കോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുക, ന്യൂട്രിയൻസ് എത്തിക്കുക, അതുപോലെ തന്നെ അവയിൽ നിന്ന് വരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ്, കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ പുറന്തള്ളുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക. ഇതെല്ലാമാണ് ഹൃദയത്തിന്റെ പ്രധാന ഫങ്ഷൻസ്. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിലെ മസിലുകൾക്കും കോശങ്ങൾക്കും എല്ലാം ഈ ഒരു രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടത്തുക, ഇതെല്ലാം ഹൃദയത്തിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ പലതരത്തിലുള്ള ഹോർമോണുകളൊക്കെ ഹൃദയം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മേജർ ഫങ്ഷൻ ആണ് ഹൃദയം നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്. അപ്പം ഡെയിലി ഒരു മിനിറ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം ഏതാണ്ട് 72 അല്ലെങ്കിൽ 70 തൊട്ട് 100 പ്രാവശ്യം ബീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ആവറേജ് പറയുകയാണെങ്കിൽ 72 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1,00,000-ൽ പരം തവണ ഹൃദയം മിടിക്കുന്നുണ്ട് അല്ലെ. ഹൃദയത്തിന്റെ ഈ ഒരു താളാത്മകതയ്ക്ക് അല്ലെങ്കിൽ ഈ താളത്തിലുള്ള മിടിപ്പിന് എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫുൾ ബോഡിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. അപ്പൊ ഇന്ന് അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു സൊസൈറ്റിയിലാണെങ്കിൽ കൂടി ഹൃദയാരോഗ്യം അല്ലെങ്കിൽ ഹൃദ്രോഗം മൂലം ബുദ്ധിമുട്ടുന്നവരുടെ എണ്ണം, പ്രത്യേകിച്ച് പ്രായമില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലും കാണുന്നു, മുതിർന്നവരിലും കാണുന്നു, വലിയ പ്രായത്തിലും സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ ഹൃദ്രോഗം ഇന്ന് ബാധിക്കുകയാണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരത്തില് ആളുകളെ ഹൃദ്രോഗം കീഴ്പ്പെടുത്തുന്നത്? എന്തൊക്കെ സിംറ്റംസ് അല്ലെങ്കിൽ മറ്റെന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു നിലവിളിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ്? അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവന്നാലാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ പരിപൂർണ ആരോഗ്യവാനായിട്ട് നിലനിർത്താൻ സാധിക്കുന്നത്? എല്ലാം മനസ്സിലാക്കാൻ നമുക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ. ഹൃദയത്തിന്റെ ഹൃദ്രോഗം അല്ലെങ്കിൽ ഹൃദയത്തിന്റെ രോഗാവസ്ഥ എന്ന് പറയുന്നത് പല പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കും അല്ലെ. അതിൽ ഏറ്റവും പ്രധാനമാണ് ഹൃദയത്തിലേക്കുള്ള ബ്ലഡ് വെസലുകൾ, കൊറോണറി ആർട്ടറി ആൻഡ് കൊറോണറി വെയിൻസ്. ഹൃദയത്തിന്റെ കോശങ്ങളിലേക്ക് ബ്ലഡ് എത്തിക്കുകയും അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് കോശങ്ങളിൽ നിന്ന് ബ്ലഡ് റിമൂവ് ചെയ്യുന്ന രക്തക്കുഴലുകളാണ്. ഇവയിൽ എന്തെങ്കിലും ഒരു തടസ്സം സംഭവിച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ട് ശരിയായ രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ വരുന്ന ഒരവസ്ഥ, ഇത് പലപ്പോഴും ഹൃദയത്തിന്റെ മസിലുകളെ വീക്കണാക്കും. നമുക്ക് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ ഒരു കാരണം നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ഹൃദയത്തിന്റെ വാൽവുകൾക്ക് എന്തെങ്കിലും ഒരു തകരാറുള്ളത് കാരണം പൂർണ്ണമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡിന്റെ ആ ഒരു പുറത്തേക്ക് ഒഴുകാനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ആ ഒരു ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഹൃദയത്തിലേക്ക് വരാനോ ഉള്ള ആ ഒരു കാര്യത്തിലുള്ള തടസ്സം, അങ്ങനെ സിസ്റ്റമിക് കോഴ്സ് കൊണ്ട് ചിലപ്പോൾ സംഭവിക്കാം. പിന്നെ നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന്റെ ആ ഒരു പൾസ് അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനം നടക്കുന്നത് ഇലക്ട്രിക് തരംഗങ്ങൾ കൂടിയാണ്, ഇലക്ട്രിക്കൽ സിഗ്നൽസ് വഴിയാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽസിനെ ശരിയായി ഹൃദയത്തിന്റെ എല്ലാ ഭാഗത്തും, ഹൃദയ ഭിത്തിയുടെ എല്ലാ ഭാഗത്തും വിന്യസിക്കാൻ വേണ്ടിയിട്ട് പല പല സ്ഥലങ്ങളിൽ പ്രത്യേകം നോഡുകൾ, ചിപ്പുകൾ വെച്ചിട്ടുണ്ട് അല്ലെ. SI നോഡ്, AV നോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചുണ്ട്. അപ്പൊ ഈ നോഡുകളിൽ എന്തെങ്കിലും രീതിയിൽ ഒരു തകരാറ് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ ബാധിക്കും. പിന്നെ പലപ്പോഴും നമ്മളുടെ തെറ്റായിട്ടുള്ള ജീവിതശൈലി, അതായത് യാതൊരു തരത്തിലുള്ള വ്യായാമം ഇല്ല, വറുത്തതും പൊരിച്ചതും അല്ലെങ്കിൽ നമുക്ക് ബോഡിക്ക് പറ്റാത്ത പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു, അമിതമായിട്ടുള്ള പൊണ്ണത്തടി, പിന്നെ സെഡൻറ്ററി ലൈഫ്, പുകവലി, മദ്യപാനം, പ്രമേഹം, BP, കൊളസ്ട്രോൾ പോലെയുള്ള രോഗങ്ങൾ, അമിതമായിട്ടുള്ള പുകവലി, ഇതെല്ലാം പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന് താളം തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. അതുകൂടാതെ നമുക്ക് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും രോഗങ്ങൾ, അതായത് ജനിതകമായിട്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ചില ആളുകൾക്ക്, ചില കുഞ്ഞുങ്ങൾക്ക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ് ഒക്കെ ഉണ്ടാകാം. ജനിക്കുമ്പോഴത്തേക്കും തന്നെ അവരുടെ വാൽവുകൾക്ക് തകരാറോ അല്ലെങ്കിൽ ഹാർട്ട് മസിൽസിന് ഒരു വീക്കൻസിയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ജനിക്കാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇത്തരത്തില് ഹൃദ്രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഹെറിഡിറ്റി, പാരമ്പര്യമായിട്ട് നമ്മുടെ ആൻസസ്റ്റേഴ്സിന്, പേരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനൊക്കെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ അത് നമ്മളെ ബാധിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതെല്ലാമാണ്. പിന്നെ പലപ്പോഴും ചില ഹോർമോൺ, തൈറോയിഡ് പോലെയുള്ള രോഗങ്ങളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് ഹൃദയത്തിന്റെ രോഗാവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യത്തിന് കുറയ്ക്കാനുള്ള കാരണമാകാം. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ
ഹൃദയത്തിന്റെ ആ ഒരു രോഗാവസ്ഥ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പലപ്പോഴും ചെസ്റ്റ് പെയിൻ, അതായത് നമ്മുടെ ഹൃദയത്തിന്റെ മധ്യഭാഗത്ത് ഈ ഒരു നെഞ്ചിൻകൂടിന്റെ താഴെയായിട്ടായിരിക്കും ആ ഒരു വേദന അനുഭവപ്പെടുന്നത്. അത് പലപ്പോഴും നമ്മുടെ ഇടതുവശത്തേക്ക്, ഇടത് കൈയിലേക്ക്, ഇടത് തോളിലേക്കൊക്കെ റേഡിയേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വേദന ആയിട്ട് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ ചിലപ്പോൾ അത് താടിയുടെ ഭാഗത്തേക്ക്, നമ്മുടെ ഈ ഒരു ജോയുടെ ഭാഗത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ജോയുടെ ഭാഗത്ത് മാത്രമായിട്ട് വേദന വരും. അതുപോലെ തന്നെ നെഞ്ചിന്റെ ഭാഗത്തുനിന്ന് പുറകിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വേദന അനുഭവപ്പെടാം. തലവേദന മാത്രമായിട്ട് ചിലപ്പോൾ പ്രസന്റ് ചെയ്യാം, പല്ലുവേദന മാത്രമായിട്ട് പ്രസന്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിന്റെ വേദന വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു വേദന സമയം പോകുന്നതിനനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി കൂടിക്കൂടിയായിരിക്കും വരുന്നത്. റെസ്റ്റ് എടുത്താലും ഈ ഒരു വേദനയിൽ കുറവുണ്ടാവുകയില്ല. പിന്നെ നമുക്കൊന്ന് മൂവ് ചെയ്യാൻ പോലും സാധിക്കും. അത് മാത്രം, അത്രയും നമുക്കൊന്ന് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു പെയിൻ ആയിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൂടാതെ ചിലപ്പം ഹൃദയത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ചെസ്റ്റില് എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ഒരു വസ്തു കയറ്റി വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാം. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി തോന്നാം, നമുക്ക് ശ്വാസോച്ഛ്വാസം നടത്താനായിട്ട് അമിതമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടാം. പിന്നെ പലപ്പോഴും നമ്മുടെ പല പല ഭാഗത്ത് നീർക്കെട്ട് വരുന്നത് പോലെയായിട്ട് കാണാറുണ്ട്. പ്രത്യേകിച്ച് മുഖത്ത്, അതുപോലെ കാലുകള്, കാലിലും നീർക്കെട്ട് വരുന്നു. പിന്നീട് അത് ദേഹം മുഴുവനായിട്ട് വ്യാപിക്കുന്നതായിട്ട് അനുഭവപ്പെടാറുണ്ട്. പിന്നെ കിതപ്പ്, കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോൾ തന്നെ വല്ലാതെ ക്ഷീണിക്കുന്നു, കിതപ്പ് അനുഭവപ്പെടുന്ന ഒരു ലക്ഷണം. അതുപോലെ തന്നെ ബിപി, നമ്മുടെ ബ്ലഡ് പ്രഷർ നോക്കിക്കഴിയുമ്പോഴത്തേക്കും അതിന്റെ വാല്യൂസിൽ എപ്പോഴും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക. ചിലപ്പോൾ അത് ഭയങ്കര ഹൈ ആയിട്ടായിരിക്കും കാണിക്കുന്നത്, ചിലപ്പോൾ അത് വളരെ ലോ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ എപ്പോഴും വല്ലാതെയുള്ള ഒരു ക്ഷീണം, അങ്ങനെ മൊത്തത്തിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നു. റെസ്റ്റ് എടുത്താലും കുറയാത്ത രീതിയിലുള്ള അസ്വസ്ഥതകളായിരിക്കും ഉണ്ടാവുക. രാത്രിയൊക്കെ ഈ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടുന്നു. ഇങ്ങനെയൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് നിസ്സാരവൽക്കരിക്കരുത്. എത്രയും പെട്ടെന്ന് ഒരു ചെക്കപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാർഡിയോളജിസ്റ്റിനെ തന്നെ കാണുന്നതായിരിക്കും നല്ലത്. അതിനു മുമ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകൾ ഏതൊക്കെയാണ്? നമുക്കൊരു ECG നോക്കാം. അപ്പൊ നമ്മളുടെ ആ ഒരു ഹൃദയത്തിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസിന്റെ ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള അത് നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ഒരു വിന്യാസം നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു ECG വഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ പലപ്പോഴും നമുക്ക് ഒരു കൊറോണറി ആർട്ടറി ആൻജിയോഗ്രാം വഴി നമുക്ക് ഹൃദയത്തിൽ എവിടെയെങ്കിലും ബ്ലോക്ക്, അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഹൃദയത്തിന്റെ പ്രവർത്തനത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട്. അപ്പൊ ഈ വഴിയൊക്കെ നമുക്ക് ഒരു ബേസിക് ആയിട്ട് ഹൃദയം ശരിയായ രീതിയിലാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിനെ ആരോഗ്യമാക്കി വെക്കുക എന്നുള്ളത്, അല്ലെ? ആരോഗ്യമായിട്ടുള്ള ഒരു ഹൃദയമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു ടെൻഷനിലേക്ക് അല്ലെങ്കിൽ ഹൃദയം ആരോഗ്യമായിട്ടുള്ള ഒരു ജീവിത ശൈലിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഹൃദയത്തിന്റെ ആരോഗ്യത്തെ പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല, അല്ലെ? അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് ഹൃദയത്തിനെ ആരോഗ്യമാക്കി വെക്കാനായിട്ട് സാധിക്കുന്നത്? ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഒബേസിറ്റി പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഹൈറ്റിന് ആനുപാതികമായിട്ടുള്ള ഒരു വെയിറ്റ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഡെയിലി ഒരു 30 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യുന്നത് കാരണം നമ്മളുടെ ജീവിതശൈലി, നമുക്ക് യാതൊരു തരത്തിലുള്ള അനക്കം, ശരീരത്തിന് ഒരു അനക്കവും തട്ടാത്ത രീതിയിലുള്ള ഒരു ജീവിതശൈലിയാണ് നമ്മൾ കാലങ്ങളായിട്ട് തുടർന്ന് പോകുന്നത്, അല്ലെ? അപ്പൊ അത് നമ്മുടെ കുറ്റമല്ല, നമ്മുടെ ആ ഒരു ജീവിതത്തിന്റെ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് എങ്കിലും വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കറക്റ്റ് സമയത്ത് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളവരാണ്, അല്ലെങ്കിൽ BP, കൊളസ്ട്രോൾ, ഡയബറ്റീസ് പോലെയുള്ള അവരൊക്കെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആ ഒരു ഡയറ്റില് കൺട്രോൾ കൊണ്ടുവരേണ്ടതാണ്, അല്ലെങ്കിൽ ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഹൃദ്രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്തുടരേണ്ടത് ബാലൻസ്ഡ് ഡയറ്റ് ആണ്. അപ്പൊ നമ്മുടെ ഭക്ഷണത്തിൽ ഒന്നും കുറയ്ക്കാനും കൂട്ടാനും ഒന്നുമില്ല, എല്ലാ തരത്തിലുള്ള ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. കാർബ് വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ്, ഇതെല്ലാം അതിൻ്റെതായിട്ടുള്ള ആവശ്യത്തിന് വേണം. അങ്ങനെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാനായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കഴിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ രാവിലെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണമാണോ കഴിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ ഒരു പ്രോട്ടീൻ കലർന്നിട്ടുള്ള എന്തെങ്കിലും ഒരു
മീൽസും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരൈറ്റത്തിൽ മാത്രം നമ്മുടെ പ്ലേറ്റിൽ ഒതുങ്ങി നിൽക്കരുത്. 1-2 ഐറ്റം നമ്മുടെ ആ ഒരു പ്ലേറ്റിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ചോറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചോറ് ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സൈഡില് പച്ചക്കറി എന്തെങ്കിലും തോരൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പച്ചക്കറി വേണം. അതുപോലെ തന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ചിക്കൻ ബീഫല്ല, ബീഫ് റെഡ് മീറ്റ് ആണ്, അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ചിക്കൻ, ചെറു മത്സ്യങ്ങൾ, അങ്ങനെ പ്രോട്ടീൻ കണ്ടന്റുള്ള എന്തെങ്കിലും ഒരു ഐറ്റം എടുക്കുക. അതുപോലെ തന്നെ മലക്കറികൾ എന്തെങ്കിലും വൈറ്റമിൻ റിച്ച് ആണ്, അതിപ്പം നമുക്ക് എന്തെങ്കിലും ആകാം. കോവയ്ക്ക അല്ലെങ്കിൽ പാവയ്ക്ക, വെണ്ടയ്ക്ക, അങ്ങനെ അല്ലെങ്കിൽ മത്തൻ പോലെയുള്ള എന്തെങ്കിലും ഒരു പച്ചക്കറി അതുകൊണ്ടുള്ള ഒരു ഡിഷ് ഉണ്ടാവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു സാലഡ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അത് പച്ചക്കറികൾ കൊണ്ട് തന്നെയുള്ള സാലഡ് ഉപയോഗിക്കുന്നവരുണ്ട്, പച്ചക്കറി ഫ്രൂട്ട്സും കൂടെ മിക്സ് ഉപയോഗിക്കുന്നവരുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് തന്നെ ആയിട്ട് ഉള്ള സാലഡ് അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ പലതരത്തിലുള്ള പച്ചക്കറികളോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉള്ള ഒരു സാലഡ് അതും എല്ലാ ദിവസവും കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് തൈര്, മോര് പോലെയുള്ളത് എന്തെങ്കിലും നമുക്ക് വേറെ മറ്റുള്ള അലർജീസ് ഒന്നും ഇതിനോടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ അതും, അതായത് സ്കിൻഡ് ആയിട്ടുള്ളത്, അതൊന്നും അതിന്റെ ഒരു നെയ് ഭാഗം മാറ്റിയിട്ടുള്ളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയുള്ള ഒരു ഡയറ്റ് ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രാത്രി ഭക്ഷണം ഒരു 7 മണിക്ക് അല്ലെങ്കിൽ ഒരു 8 മണിക്ക് മുമ്പെങ്കിലും കഴിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം യാതൊരു രീതിയിലുള്ള ഭക്ഷണങ്ങളും എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എല്ലായ്പ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പ്ലേറ്റിൽ എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ഒരു ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് നമ്മുടെ എന്നുള്ളത് വിചാരിക്കണം. പിന്നെ ഒറ്റത്തവണ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഇപ്പം 2 ഇഡലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇഡലിയാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം 1 ഇഡലി എടുത്തിട്ട് പിന്നെ രണ്ടാമത് പോയി ഇഡലി എടുക്കുന്ന പ്രവണത നടത്തിയിട്ട് ആ 2 ഇഡലി ഒരുമിച്ച് നമ്മുടെ പ്ലേറ്റിലിട്ട് കഴിച്ചിട്ട് നിർത്തുക എന്നുള്ള രീതിയിൽ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് ഒരു തവണ മാത്രം ഫുഡ്, ആവശ്യത്തിനുള്ള ഫുഡ് ഒരു തവണ മാത്രം എടുക്കുക, വീണ്ടും വീണ്ടും എടുക്കുന്ന ആ ഒരു ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ ഒന്ന് ഒഴിവാക്കുക. അഥവാ ഇനിയിപ്പോ എണ്ണ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓയിൽ ഒലിവ് ഓയിലാണ്. അത് സാലഡ്സിലൊക്കെ ചേർത്ത് കഴിക്കുന്നത് നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആകാറുണ്ട്. പിന്നെ ഇട സമയത്ത് സ്നാക്സ് ഒക്കെ ആയിട്ട് വറുത്തതും പൊരിച്ചതുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പകരം നട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അരിഞ്ഞതോ ഒക്കെ കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള, ഹാർട്ടിനെ ഹെൽത്തി ആക്കി വെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത്. പിന്നെ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു സ്ലീപ്പ് കൊടുക്കുക. അപ്പം ഒരു ഡെയിലി ഒരു 8 മണിക്കൂറെങ്കിലും നല്ല രീതിയിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മദ്യപാനം, പുകവലി പോലെയുള്ള ദുശ്ശീലങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. പിന്നെ അമിത ഷുഗറി ആയിട്ടുള്ള കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ ഒന്ന് ഒഴിവാക്കുക. ഫ്രൂട്ട്സ് ഒക്കെ ജ്യൂസ് ആക്കി കഴിക്കുന്നതിന് പകരം അത് കഷ്ണങ്ങളാക്കി നേരിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു രീതിയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ഹൃദയത്തിനെ വളരെ ഹെൽത്തി ആക്കി വെക്കാനും നല്ലൊരു ജീവിതം നയിക്കാനും സാധിക്കും.